വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് പ്രാക്ടീസ് ഓഫ് പ്ലേ ആൻഡ് റിക്രിയേഷനെ കുറിച്ച് നമുക്ക് ഈ സെക്ഷനിൽ നോക്കാം. എന്താണ് പ്ലേ, എന്താണ് റീക്രിയേഷൻ എന്നൊക്കെ നമുക്ക് വ്യക്തമായി അറിയാം. പ്ലേ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക, ദാറ്റ് മേക്സ് അസ് ഫ്രീ ആൻഡ് ഓൾസോ റിലീസ് സ്ട്രെസ്. അതാണ് പ്ലേ. ഓൾസോ റീക്രിയേഷൻ ഈസ് ഓൾസോ ഇൻ ദാറ്റ് ടേം. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാലും നമ്മുടെ സ്ട്രെസ് അവോയ്ഡ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ഇച്ചിരി ടൈം എല്ലാ ഡേയും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് എന്തിലൂടെയാണ് എന്നുള്ളതാണ് റീക്രിയേഷനെ പറയുന്നത്. അപ്പം ഈ പ്ലേക്കും റീക്രിയേഷനും ഒക്കെ വാല്യൂസ് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ ദ പ്രാക്ടീസ് ഓഫ് പ്ലേ ആൻഡ് റീക്രിയേഷൻ. സോ വി ക്യാൻ സേ അബൌട്ട് ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാല്യൂസ് ഓഫ് പ്ലേ. വാല്യൂസ് ഓഫ് പ്ലേ പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും പ്ലേയുടെ വാല്യൂസ് നമുക്ക് പറയാൻ പറ്റുന്ന? ഫിസിക്കൽ വാല്യൂ, ഇൻ്റലക്ച്വൽ വാല്യൂ, മോറൽ വാല്യൂ, ക്രിയേറ്റീവ് വാല്യൂ, തെറാപ്റ്റിക് വാല്യൂ, സോഷ്യലൈസേഷൻ. നമുക്കിനി ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഫിസിക്കൽ വാല്യൂ. ഫിസിക്കൽ വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഫിസിക്കലി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ദാറ്റ് ആക്ടിവിറ്റീസ് മേക്ക് എ ഫിസിക്കൽ വാല്യൂ സച്ച് ആസ് മസ്കുലർ ആൻഡ് സെൻസറി എബിലിറ്റീസ് ആർ ഡെവലപ്ഡ്. ഓൾസോ infants or young children develop these sensory abilities through tactile, visual and auditory sensation derived from playing with rattle balls and other toys. ഓൾസോ ടോൾഡേഴ്സ്, കൊച്ചുകുട്ടികളും പ്രീ സ്കൂൾ ചിൽഡ്രനും റണ്ണിങ്, ക്ലൈംബിങ്, എക്സ്പ്ലോറിങ് ദി എൻവയോൺമെൻറ്റ്, ഇതിലൂടെയൊക്കെയാണ് ഫിസിക്കൽ വാല്യൂസ് എക്സ്പ്ലോർ ചെയ്യുന്നത്. സ്കൂളിലേക്ക് ആയിക്കഴിയുമ്പോൾ കുട്ടികൾ മൂവ്മെൻറ്റ്സ് സച്ച് ആസ് ബൈസൈക്കിൾ റൈഡിങ്, റേസിംഗ്, ഇതിലൂടെ ഫിസിക്കൽ വാല്യൂസ് അച്ചീവ് ചെയ്യുന്നു. അടുത്തത് ഇൻ്റലക്ച്വൽ വാല്യൂ. ഇൻ്റലക്ച്വൽ വാല്യൂ കുട്ടികളിൽ ലേൺ ചെയ്യുന്നത്, ചിൽഡ്രൻ ലേൺ ദ ഡിഫറൻസസ് ഇൻ സൈസസ്, ഷേപ്സ്, കളേഴ്സ്, സ്ട്രക്ചേഴ്സ്, നമ്പേഴ്സ് ആൻഡ് നെയിംസ് ഓഫ് ഒബ്ജക്റ്റ്. എന്ന് വെച്ചാൽ ഇൻ്റലക്ച്വലി ഡെവലപ്പ് ചെയ്ത് എടുക്കുന്ന ഓരോ കളികളിലും ഓരോ പ്ലേ ഓർ റിക്രിയേഷൻസിലൊക്കെ ഏർപ്പെടുന്നതിലൂടെ ഉണ്ടാവുന്ന വാല്യൂ ആണ് ഇൻ്റലക്ച്വൽ വാല്യൂ. ദേ ലേൺ ടു അണ്ടർസ്റ്റാൻഡ് സ്പെഷ്യൽ റിലേഷൻസ്. അവർക്കതിലൂടെ സ്പെഷ്യൽ റിലേഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കുന്നു. ഓൾസോ ദേ എൻഗേജ് ഇൻ പ്രോബ്ലം സോൾവിങ് ആക്ടിവിറ്റീസ്. അവർക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള വലിയ വലിയ ആക്ടിവിറ്റീസിൽ അവർ എൻഗേജ് ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. ഇതിലൂടെ അവർക്ക് എന്താണ് റിയൽ, എന്താണ് അൺറിയൽ എന്നും മനസ്സിലാകാൻ സാധിക്കുന്നു. അടുത്തതായി മോറൽ വാല്യൂ. മോറൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് മോറലായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കും. കൾച്ചറൽ വാല്യൂസ് ലൈക്ക് ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, സ്പോർട്സ്മാൻഷിപ്പ് ആൻഡ് കമ്പാഷൻ ആർ ലേൺ ത്രൂ ദീസ്. ദസ് ഇറ്റ് ഇൻവോൾവ്സ് ഇൻ മോറൽ വാല്യൂ. അനദർ നെയിം ഈസ് കൾച്ചറൽ വാല്യൂ. നമുക്കിതിനെ കൾച്ചറൽ വാല്യൂ എന്ന് പറയാം. അപ്പം മോറൽ ഓർ കൾച്ചറൽ വാല്യൂയിലൂടെ അവർക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ അസ്യൂംസ് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ഓൺ ആക്ഷൻ. അവരുടെ സ്വന്തം ആക്ഷൻ അവർ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. ഓൾസോ ദേ അഡർ ടു ഗ്രൂപ്പ് വാല്യൂസ്. അവർക്ക് ഗ്രൂപ്പ് വാല്യൂസിനോട് നല്ല ബന്ധം പുലർത്തുന്നു. അടുത്തതായി ക്രിയേറ്റീവ് വാല്യൂ. പ്ലേയിങ് വിത്ത് മെറ്റീരിയൽസ് ലൈക്ക് ക്ലേ, പേപ്പർ ആൻഡ് ഫിംഗർ പ്രിൻറ്റ്സ് ആർ എക്സാമ്പിൾസ് ഫോർ ക്രിയേറ്റീവ് വാല്യൂ. ഓൾസോ ചിൽഡ്രൻ പ്ലേയിങ് എലോൺ വിൽ ക്രിയേറ്റ് മോർ ഐഡിയാസ്. ഒറ്റയ്ക്ക് കളിക്കുമ്പോൾ തന്നെ അവർക്ക് കുറേ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. കൂട്ടത്തോടായിരിക്കില്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഐഡിയാസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. എലോണായിരിക്കുമ്പം അവരെന്തെങ്കിലും പെയിൻറ്റിങ്ങോ ക്ലേ മോഡൽസോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് തന്നെ അവരവരുടെ ക്രിയേറ്റീവ് വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ദേ ക്യാരി ദ ന്യൂ ഡിസ്കവറീസ് ടു ദി ഔട്ട്സൈഡ് വേൾഡ് ഓഫ് പ്ലേ. അവരുടെ പ്ലേ എന്നുള്ള വേൾഡിൽ നിന്ന് ഔട്ട്സൈഡിലേക്ക് അവർ വരുന്നു. ഓൾസോ ദേ മേക്ക് ന്യൂ ഡിസ്കവറീസ്. ദസ് ഇറ്റ് ഈസ് included in creative value. അടുത്തത് തെറാപ്റ്റിക് വാല്യൂ. തെറാപ്റ്റിക് വാല്യൂ പ്ലേയെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അല്ലെങ്കിൽ റീക്രിയേഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു എന്തിനായിരിക്കും പ്ലേ ഓർ റീക്രിയേഷൻ? ടു റിലീസ് സ്ട്രെസ് ഓർ റിലീസ് ടെൻഷൻ. ഓൾസോ തെറാപ്റ്റിക് വാല്യൂ ഈസ് സച്ച് ആസ് പ്ലേസ് പ്രൊവൈഡ് ദ റിലീസ് ഓഫ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ. അപ്പം എങ്ങനെയാണ് സ്ട്രെസ് ആൻഡ് ടെൻഷൻ കുറയുന്നത്? കുട്ടികളിലാകുമ്പോൾ തന്നെ കൂട്ടം കൂടി അവരുടെ ഫ്രണ്ട്സിനോടോ ഓർ എനി അഡൾട്ട്സിനോടോ പിയേഴ്സിനോടോ ആരുടെയെങ്കിലും ദേ സ്പെൻഡ് സം ടൈം, ദേ റിലീസ് ദെയർ സ്ട്രെസ്, ദേ റിലീസ് ദെയർ ടെൻഷൻ, ദേ റിവീൽ ദംസെൽസ് ത്രൂ പ്ലേ. അതിലൂടെ അവർ സ്വന്തമായി റിവീൽ ചെയ്യാൻ ശ്രമിക്കുന്നു.
അതേപോലെ തന്നെ നഴ്സറി സ്കൂളുകളിൽ തന്നെ നമ്മൾ കുട്ടികളിൽ ഇങ്ങനത്തുള്ള കെയർഫുള്ളി നമ്മൾ ഒബ്സർവ് ചെയ്യുക. അവർ പ്ലേ ചെയ്യുമ്പോൾ കുട്ടികൾ കളിക്കുന്നില്ലെങ്കിൽ അവർക്ക് എന്താണ് മെൻ്റലി ഉള്ള പ്രശ്നം, പിന്നെ അവരുടെ ഫീലിങ്സ് എന്താണ് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ. സോ പ്ലേയിലൂടെ നമുക്ക് എന്താണ് അവരിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഫ്രൈറ്റനിങ് സിറ്റുവേഷൻസ് എന്നൊക്കെ ഉള്ളത് ഒരു പ്ലേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചൊന്ന് അടുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്സ് കൂടുമ്പോൾ തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഉള്ളിലുള്ള മൈൻഡിലുള്ള ആ ഇമോഷൻസ് എല്ലാം അവർ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. സോ തെറപ്റ്റിക് വാല്യൂ ഈസ് ഓൾസോ ആൻഡ് വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് പ്ലേ ആൻഡ് റിക്രിയേഷൻ. നെക്സ്റ്റ് ഈസ് സോഷ്യലൈസേഷൻ. സോഷ്യലൈസേഷൻ എല്ലാവർക്കും അറിയാം. സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എൻഹാൻസ്ഡ് ത്രൂ പ്ലേ. പ്ലേയിലൂടെയും റിക്രിയേഷനിലൂടെയും ഒക്കെ തന്നെയാണ് സോഷ്യലും അതേപോലെ തന്നെ ഇമോഷണലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എൻഹാൻസ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് ഇൻട്രാപേഴ്സണൽ ഓർ ഇൻ്റർപേഴ്സണൽ, ദ റിലേഷൻഷിപ്പ് വിൽ ഡെവലപ്പ് ത്രൂ പ്ലേ വിത്ത് അഡൽട്ട്സ്, പാരൻസ് ആൻഡ് പിയേഴ്സ്. എങ്ങനെ റിലേഷൻഷിപ്പ് ഓർ സോഷ്യൽ റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യാം? ത്രൂ പ്ലേയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഓരോ സ്റ്റെപ്സും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സോ ദീസ് ആർ ദി വാല്യൂസ് അസോസിയേറ്റഡ് വിത്ത് പ്ലേസ്. നമുക്ക് എന്തൊക്കെ പ്ലേസ് ഉണ്ടെന്നും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ടൈപ്സ് ഓഫ് പ്ലേ: പ്ലേ വിത്ത് ഒബ്ജക്ട്സ്, സെൻസ് പ്ലഷർ പ്ലേ, പ്ലേ വിത്ത് ലാംഗ്വേജ്, പ്ലേ വിത്ത് നേച്ചർ, സോഷ്യൽ അഫക്റ്റീവ് പ്ലേ, play with social material, explore relationship between objects, action and people. So these types of plays are also included in this. Thus types of play പറഞ്ഞതിന് കാരണം നമ്മൾ എന്തൊക്കെയാണ് പ്ലേയുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ പ്ലേയിലൂടെ, ദാറ്റ് മീൻസ് ടൈപ്സ് ഓഫ് പ്ലേയിലൂടെ എങ്ങനെ ഈ വാല്യൂസ് അച്ചീവ് ചെയ്തെടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ വി ക്യാൻ ഹാവ് മെനി മോർ ടൈപ്സ് ഓഫ് പ്ലേ. സോ എവറി ഡേ വി ഷുഡ് play with anything else and we should release our stress for better mental and physical health. Thank you.